ഡിയേഴ്സ് നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഓഫീസ് വെയർ കളക്ഷൻ ആണ്. അതായത് ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫാബ്രിക്സും അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേണും ആണ് കാണാൻ പോകുക. 995 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അതായത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള PV സിൽക്ക് അല്ലെങ്കിൽ റോമൻ സിൽക്ക് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫാബ്രിക് ഉണ്ട്. അതായത് ഭയങ്കര നമുക്ക് പിടിക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ തോന്നും. ഒരുപാട് ഡിസൈൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു നല്ല റെസ്പോൺസ് ഉള്ളൊരു ഫാബ്രിക്കാണ്. അത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഫാബ്രിക്. അതിൽ യോക്കിൽ ഇതുപോലെ ഒരു പാച്ച് വർക്ക് വിത്ത് മിറേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ദുപ്പട്ട വന്നത്. അതായത് ഒരു സിൽക്ക് ഷിമ്മർ ഫാബ്രിക് ബേസ്ഡ് ആണ് ദുപ്പട്ട ഇതിൽ പെയർ ചെയ്തേക്കും. അത് ഭയങ്കര സ്റ്റിഫൊന്നും അല്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ദുപ്പട്ട പാറ്റേൺ ആണ്. ഇതുണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട്. ഇത് ഒരു കൈൻഡ് ഓഫ് ഓറഞ്ച് പോലെയൊക്കെ നിൽക്കുന്ന, അതായത് ക്യാരറ്റ് ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടോ യോക്ക് നോക്കി. അതിൽ വിത്ത് മിറേഴ്സ്. ഇത് ഞാൻ ഇട്ടേക്കുന്ന സെയിം ഗ്രീൻ, അത് നോർമൽ ബോട്ടിൽ ഗ്രീൻ അല്ല. ഒത്തിരി പേര് ഗ്രീനിൻ്റെ ഷെയ്ഡ്സ് കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇത് നമ്മുടെ ബ്ലാക്ക്, ഇതൊരു മെറൂൺ ഷെയ്ഡ്, പക്ക മെറൂൺ അല്ല, കുറച്ചൊരു വൈൻ ബ്ലെൻഡ്. ഇത് അടുത്ത ഒരു ഷെയ്ഡ്, ഒരു കൊപ്പ പോലെ നിൽക്കുന്ന ടൈപ്പ് ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സ് ആണ്. ഡീറ്റെയിൽസ് കാണാം. ഇതേപോലെ ഒരു എൻ്റെ ഓവറോൾ ലുക്ക്, അതായത് യോക്കിൽ ഇതുപോലെ ഒരു പാച്ച് വർക്ക് വിത്ത് അതിൽ മിറർ വർക്ക് കൊടുത്തേക്കുന്നു. അത് തന്നെയാണ് എൻ്റെ ദുപ്പട്ടയിൽ പോയേക്കും. ഒരു റെഗുലർ വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് പാറ്റേൺ ആണ്. ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നതും നല്ല തണുപ്പൊക്കെ വരുന്ന ഒരു ഫാബ്രിക്കുമാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് ഓറഞ്ച് ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഒരു വെറൈറ്റി ഷെയ്ഡ് അതിലുണ്ട്. എൻ്റെ ആ പാച്ച് വർക്ക് കോമ്പിനേഷൻ ആണെങ്കിൽ നല്ല ഭംഗിയാണ്. ആ ഒരു ഷിമ്മർ, അതായത് ടിഷ്യൂ ഷിമ്മറിൻ്റെ ഒരു ഇതുകൊണ്ട് ഒരു ലൈൻസ് ഉണ്ടല്ലോ, ആ ഒരു ഗോൾഡൻ ലൈൻസ്, അത് ഇതിൽ വരുന്നുണ്ട്. അത് വീഡിയോയിലും കാണാതിരിക്കും. ഇതുണ്ടോ, എന്നിട്ട് അതിൽ മിറേഴ്സ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു റേറ്റുമാണ്. 995 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്ത്യ ഫുള്ളും ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. ഡൾ സാൻഡോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കും. സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം. ഓൺ ഡിസൈൻ ആയതുകൊണ്ട് 2.6 മീറ്റർ ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത്. നല്ല ആ ഒരു ഷേപ്പിൽ കിടക്കും ആൻഡ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ്. അതായത് പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഇങ്ങനെ ഒരു തണുപ്പ് ഫീലിംഗ് ആണ് വരുന്നത്. ഇതുണ്ട് അതിൻ്റെ ദുപ്പട്ട നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഈ സെയിം പാച്ച് വർക്കാണ് യോക്കിൽ പോയേക്കുന്നത്. ഇതേപോലെ വരും ഓവറോൾ ലുക്ക്. അടുത്ത ഷെയ്ഡ് നമ്മുടെ ഫേവറേറ്റ് ബ്ലാക്ക് ആണ്. ജെറ്റ് ബ്ലാക്ക് ടോണിൽ സെയിം പാറ്റേൺ ഓഫ് വർക്ക്. എന്നിട്ട് ഇതിൻ്റെ ബോർഡർ, ഈ പാച്ച് വർക്കിൻ്റെ ബോർഡേഴ്സിൽ ഒരു എംബ്രോയിഡറി, അതായത് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ബേസ് ഷെയ്ഡ് തന്നെയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് മിറേഴ്സ്. ഇങ്ങനെ വരും ഓവറോൾ ലുക്ക്. ഇതാണ് അടുത്ത ഷെയ്ഡ്. എല്ലാം നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ഒരു കൈൻഡ് ഓഫ് ബ്രിക്ക് ഷെയ്ഡ്, ബ്രിക്കിലൊരു കോപ്പർ ബ്ലണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പക്ക ബ്രിക്ക് അല്ല, കുറച്ചുകൂടെ തെളിച്ചുള്ള ഒരു ഷെയ്ഡ് പാറ്റേൺ. സെയിം ദുപ്പട്ട പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. യോക്കിൽ വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെ വരുന്ന ദുപ്പട്ട. അതൊരു ഷിമ്മർ സിൽക്ക് ഫാബ്രിക്കിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. റേറ്റ് 995. ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. നല്ലൊരു റെഡിഷ് മെറൂൺ ടോൺ ആണ് വന്നിരിക്കുന്നത്. ഒരു ഡാർക്ക് റെഡിഷ് മെറൂൺ ടോണിൽ സെയിം വർക്ക് പാറ്റേൺ. ഇതിൽ ഇനി വേറെ അധികം ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. അത് പാച്ച് വർക്ക് ആയതുകൊണ്ട് ദുപ്പട്ടയുടെ സെയിം കോമ്പിനേഷൻ തന്നെയാണ് യോക്കിലും വന്നിരിക്കുന്നത്. ബേസ് കളേഴ്സിൽ ചേഞ്ച് വന്നിരിക്കുന്നു. സാൻഡൂൺ സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടമാണ് പെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സ് ആണ്. നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സ്ആപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാം. റേറ്റ് 995 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇതിൽ ഇത്രയും കളക്ഷൻസ് ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.